നമസ്കാരം. അപ്പോൾ ലുലു മാളിൽ ഇന്നലെ നടന്ന പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ലുലു മാളിൽ ഇന്ത്യൻ 2 കമലഹാസനായിട്ട് ടീം എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ അറിയപ്പെടുന്ന പ്രഗത്ഭനായ മലയാള സിനിമയിലെ ഒരു നടൻ, നല്ലൊരു ഭാഗം എന്ന് വേണമെന്നുണ്ടെങ്കിൽ തന്നെ പറയാം. കാരണം ജോജു ജോർജ്, അതായത് ഒരു 10-20 വർഷങ്ങൾക്കൊക്കെ മുൻപേ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വന്ന് ഇപ്പോൾ നിലവിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാത്ത ഒരു വലിയ സിനിമകളുടെ റേഞ്ചുള്ള ഒരു നടൻ, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒട്ടും തന്നെ ഒഴിവാക്കാൻ സാധിക്കാത്തൊരു അതുല്യ പ്രതിഭ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ജോജു ജോർജ് തന്നെയാണ് ആ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നിയ ആ ഒരു നിമിഷങ്ങളും. കാരണം ശങ്കർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറുടെ വേദിയിൽ നമ്മളുടെ ജോയിച്ചേട്ടൻ സീരീസ് വളരെ അഭിമാന നിമിഷമായിരുന്നു. തീർച്ചയായിട്ടും നോക്കാം. സാധാരണക്കാരുടെ സ്വപ്നങ്ങളിൽ നിന്ന് സിനിമയ്ക്ക് പുറകെ പോയവരാണ് ലോകത്തെ ഏറ്റവും വലിയ സിനിമാക്കാരായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ചെറിയ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കൊക്കെ സുപരിചിതനായ ഒരു നടനുണ്ട്. ഒരു 10-20 വർഷം ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹത്തെ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫിൽ അദ്ദേഹം നായകനായിട്ട് ചെയ്തു, വില്ലനായിട്ട് ചെയ്തു. എന്തിന് അന്ന് കാർത്തിക് സുബ്രാജിന്റെ പടം ചെന്നൈ പോവുകയും ചെയ്തു. മലയാളികൾക്ക് അഭിമാനത്തോടെ വിളിക്കാം. ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ പോവാണ് വൺ ആൻഡ് ഓൺലി ഉയർന്ന നൻപൻ ജോജു ജോർജ്. വളർന്നു വരുന്ന ഓരോ അഭിനേതാക്കൾക്കും അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നം കാണുന്ന ഓരോ വ്യക്തിക്കും മനസ്സിൽ സൂക്ഷിച്ചു വെക്കാവുന്ന നല്ലൊരു മോട്ടിവേറ്ററാണ്, നല്ലൊരു മോട്ടിവേഷനാണ് ഈ പറയുന്ന ജോജു ജോർജ് എന്ന് പറയുന്ന ആ ഒരു മഹാനായ അഭിനേതാവ്. തീർച്ചയായിട്ടും ഒത്തിരി നല്ല നല്ല ചിത്രങ്ങൾക്ക് നായകനാവുകയും അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരികയും ചെയ്ത ആ ഒരു ജോജു ജോർജ് റെസ്പെക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു സല്യൂഷൻ. എല്ലാവർക്കും നമസ്കാരം. മോഹമായി ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമായിരിക്കണം, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആദ്യകാലങ്ങളിൽ വന്ന ആ ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമല്ല, ഒത്തിരി കാലം സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തി, അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടു, സിനിമ തന്നെ വേണം, സിനിമയെ ഹൃദയത്തിലേക്ക് സഞ്ചരിച്ച ആ ഒരു വ്യക്തി എന്ന നിലയ്ക്കായിരിക്കണം ഈ ഒരു നടൻ ഏതൊരു വേദിയിൽ വന്നു കഴിഞ്ഞാലും എല്ലാ പ്രേക്ഷകരും എഴുന്നേറ്റ് നിന്നൊരു സല്യൂട്ട് കൊടുക്കും. കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓരോ മൂവ്മെന്റ്സ് അങ്ങനെയാണ്. ഞാൻ കുറച്ച് ഡീസന്റ് ആയിട്ട് നിൽക്കണം. എനിക്ക് ഇതുപോലെ തന്നെ കൂവണം എന്നൊക്കെ ഉണ്ട്. ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ സഞ്ചരിച്ചത് കൊണ്ടായിരിക്കണം, സിനിമയ്ക്ക് വേണ്ടി തന്നെ ഒത്തിരി സഞ്ചരിച്ചത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളിലും, അതായത് സാധാരണക്കാരന്റെ ഒരു മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഹൃദയത്തിലേറ്റിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലം മുതൽ, അല്ലെങ്കിൽ എന്താ പറയുക, അന്ന് ഒരു താരമായി നമ്മൾ ആരാധിച്ചു. അതിനുശേഷം ഞാനൊക്കെ സിനിമയിലെ ഒരു സിനിമാ വിദ്യാർത്ഥി, ഇപ്പോഴും അത് തന്നെയാണ്. പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് കമൽ സാർ. കാരണം അത്രയധികം ഞാനൊരു ഇരട്ടവേഷം ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അടപ്പളകി. 39-ലധികം ഇരട്ടയല്ല, ട്രിപ്പിളും 10 വേഷം ചെയ്ത മഹാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത് ഗോപാലൻ സാർ, പ്രൊഡക്ഷൻ ടീം എല്ലാവരോടും നന്ദി. ഇത് എൻ്റെ ഒരു ഫാൻ മൊമെൻ്റാണ്. സാറിൻ്റെ കൂടെ ഞാൻ ടഗ് ലൈഫ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു. അതിലൊരു ചെറിയ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അഭിനയിക്കാൻ ചെന്ന ഫസ്റ്റ് ദിവസം മണിസാറൊക്കെ ഒരു ഫസ്റ്റ് സീൻ റിഹേഴ്സൽ ചെയ്ത സമയത്ത് നമ്മൾ വലിയ പുള്ളിയാണ്, അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ചെയ്യുന്നുള്ള ലെവലിൽ കോൺഫിഡൻസിലൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തു. ലാസ്റ്റ് റിഹേഴ്സലിൽ ബാക്കിൽ കമൽ സാർ വന്നത് ഞാൻ ഡയലോഗ് പറയാൻ തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റക്കായി പോയി. അന്നാണ് ഞാൻ ഇത്ര ക്ലോസ് റേഞ്ചിൽ സാറിനെ കാണുന്നത്. അതെൻ്റെ ജീവിതത്തിലെ മറക്കാത്തൊരു സംഭവമാണ്. അതിനുശേഷം സാറിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി. സിനിമയും ഭക്ഷണവും, ഫുഡിനെ കുറിച്ച് ഞങ്ങൾ വളരെ വിശകലമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം. ഒപ്പം ഇന്ത്യൻ 28 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഇന്ത്യൻ ഇത് സാവയ്ക്കണയാണ്.
അത് കാണാൻ വെയിറ്റിംഗ് ആണ് സാർ. വി ലവ് യു സാറ്. എന്താ പറയുക, സാറിന് ഇനിയുമുള്ള സിനിമകൾ, ഡയറക്ഷൻ സിനിമകൾ, സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമകൾ, സാർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ കാണാൻ ഞങ്ങളെല്ലാവരും കൂട്ടിയോടുകൂടിയിരിക്കുകയാണ്. ഇന്ത്യൻ മാത്രമല്ല, ഇനിയുള്ള എല്ലാ സിനിമകളും കാണും. ഇത്രയും വലിയ ആളുകൾ നമ്മളെ മലയാളികളോടുള്ള, മലയാള സിനിമയോടുള്ള സ്നേഹവും, മലയാളികളോടുള്ള സ്നേഹവും, മലയാള സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെയൊക്കെ കാണാൻ കമൽ സാറൊക്കെ ഇവിടെ വരുന്നത്. അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഇന്ത്യൻ കാണൂലേ? താങ്ക് യു. അപ്പോൾ എല്ലാ വിശ്വസും ഒരിക്കൽ കൂടി താങ്ക്സ്. ഇനി സിദ്ധാർത്ഥ് സർ, ലവ് യു. ഇവിടുത്തെ സകല പെണ്ണുങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, ബോബി ചീരുന്നെന്ന് തുടങ്ങി ഞാൻ ഫാനാണ്, ചിങ്ങമ്മ ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസരം എനിക്കിവിടെ വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ശരിക്കും ഞാനും എന്താ പറയുക, ഭയങ്കര ത്രില്ലാണ് എനിക്കിങ്ങനൊരു. ഏതൊരു പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ ഏതൊരു കഥാപാത്രത്തിന്റെ പേര് വിളിച്ചായിരുന്നു, അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പ്രതികരിച്ചു. ഓക്കെടാ, ശരി, താങ്ക്സ്.